ഖുർആൻ വിരോധികളും ഇസ്ലാം വിമർശകരുമൊക്കെ എന്നും ഉയർത്തിക്കാട്ടുന്ന ഖുർആനിലെ ഒരു ആയത്താണ്. അതിൻ്റെ മലയാള രൂപമാണ് പുരുഷന്മാരുടെ കൃഷിസ്ഥലമാണ് സ്ത്രീകൾ, ഭർത്താവിൻ്റെ കൃഷിസ്ഥലമാണ് ഭാര്യ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതിനെയാണ് ഇവർ വിമർശിക്കുന്നത്. ഇത് ഇവർ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു, നമ്മുടെ നാട്ടിൽ ഇവർ കരുതുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന കൃഷിസ്ഥലം പോലെയാണ് ഖുർആൻ സൂചിപ്പിച്ച കൃഷിസ്ഥലം എന്നതാണ്. അതായത് നമ്മൾ വാഴയോ തെങ്ങോ നെല്ലോ ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിലമൊരുക്കുന്നു, വളമിടുന്നു, വെള്ളമൊഴിച്ചു കൊടുക്കുന്നു, അങ്ങനെ ആ സമയമായാൽ നമുക്ക് വിളവ് തരുന്നു. ഇങ്ങനെയുള്ള ഒരു കൃഷിസ്ഥലം ആണ് ഖുർആൻ സൂചിപ്പിച്ചത് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയാറുണ്ട്, മുസ്ലിം സ്ത്രീകളെ പാട്ടത്തിന് കൊടുത്തൂടെ, വിറ്റൂടെ, വാങ്ങിച്ചൂടെ എന്ന്. കാരണം ഒരു കൃഷിസ്ഥലമാണല്ലോ. വാസ്തവത്തിൽ ഇസ്ലാം പറഞ്ഞ കൃഷിസ്ഥലം അതെന്താണ്? അത് പരിപാവനമായ, മഹത്വമേറിയ, പുണ്യമേറിയ ദാമ്പത്യ ജീവിതത്തെയാണ് അവിടെ നമുക്ക് സൂചിപ്പിച്ച് നൽകിയത്. നിങ്ങളുടെ ഭാര്യമാരുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും സുഖസന്തോഷത്തോടുകൂടെ പ്രകൃതി നൽകിയ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സന്താനങ്ങൾ വിഘടനവാദികളോ വർഗീയവാദികളോ സ്വയം നശിക്കുന്നവരോ നശിപ്പിക്കുന്നവരോ മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരോ ആയ സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങൾക്ക് നല്ല സന്താനങ്ങൾ പിറക്കട്ടെ, ലോകത്തിന് നന്മ നൽകട്ടെ എന്നാണ് വാസ്തവത്തിൽ ഇസ്ലാം ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്.